أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسولك سيدنا محمد وعلى آله وصحبه أجمعين ബഹുമാനമുള്ള സ്വീകരന്മാർ പണ്ഡിതന്മാർ അതുപോലെ നേതാക്കന്മാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുദീർഘമായൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസ് തുറക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് SSFൻ്റെ നിലക്കുള്ള പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ മുത്തഅല്ലിമീങ്ങൾ അസ്സൽവരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് മുറുകെ പിടിച്ചുകൊള്ളുക. അതാണ് നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ കൂടി പോയെങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് വിജയമുണ്ടാവും, അല്ലെങ്കിൽ പരാജയത്തിലേക്കായിരിക്കും എത്തുക. മാത്രമല്ല പ്രത്യേകം ഞങ്ങളോട് പറയുകയാണ്, അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് മുറുകെ പിടിച്ച് പണ്ഡിതന്മാർ കാണിച്ച റസൂല് കാണിച്ച ആ വഴി തന്നെ മുറുകെ പിടിച്ച് ആ നിലക്ക് നടക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് എവിടെയും വിജയമുണ്ടാവും. ഇത് പേരിന് വേണ്ടിയോ പ്രസ്തുക്കുണ്ടതല്ല. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് പേരിനോ പ്രസ്തുക്കുണ്ടതല്ല. നമ്മൾ ആ ആഹ്റം, ആ വെളിച്ചം, ആ സ്വർഗ്ഗം കരസ്ഥമാക്കാനുള്ള വഴി തന്നെ നമ്മൾ പോകണം. ഹബീബ് കാണിച്ച വഴിയല്ലാത്ത വേറൊരു വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പരാജയത്തിലേക്ക് എത്തുക. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, ആ വഴി തന്നെ നിങ്ങളെ പേരിന് സ്ട്രക്ചറെന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ പ്രസിഡൻ്റാണ്, ഞങ്ങൾ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞ് നടക്കലല്ല. അത് നമ്മളെ നിലയല്ല. നമ്മൾ അവർ കാണിച്ച വഴി, എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെല്ലാം നമ്മൾ ആ നിലക്ക് അവരുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് അത് കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നല്ലാതെ ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജിയാണ് എന്ന് പറഞ്ഞ് നടക്കലല്ല. അത് നമ്മളെ ലക്ഷ്യമല്ല. നമ്മളെ ലക്ഷ്യം അവർ കാണിച്ച വഴി, ആ വഴിയിലേക്ക് പോയി ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ കഴിയുന്നോ ആ നിലക്ക് നമ്മൾ സഹായിച്ചു കൊള്ളണം. അതാണ് നമ്മൾ പറയുന്നത്. ഇതല്ലാതെ ഇവിടെ പറയാൻ കുറേ ഞാൻ വിശദീകരിച്ച് കിടക്കുന്നില്ല. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ കുറേ ഉണ്ടങ്ങനെ. ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഉസ്താദ് വരുമ്പോൾ മാത്രം നിൽക്കും, പിന്നെ ഇവരൊന്നും കാണില്ല. അതല്ല നമ്മളെ വരെ. നമ്മൾ അതേതായ നിലക്ക് അവർ കാണിച്ച ഉസ്താദന്മാരെല്ലാം കാണിച്ച വഴി, ആ വഴി നമ്മൾ പിന്തുടർന്ന് തുടങ്ങി നമ്മൾ നമ്മൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, ഏതെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം മനസ്സിലാക്കി ഓരോ നിലക്കുള്ള നീക്കം നമുക്ക് ഉണ്ടാവണം. അതല്ലാതെ മറ്റേ നേതാക്കന്മാർ വരുമ്പോൾ മാത്രം മുമ്പിൽ നിൽക്കുക, പിന്നീട് കാണാത്തൊരവസ്ഥയിലേക്കുള്ള ആ നിലക്ക് ആയിപ്പോകരുത്. നിങ്ങൾ കേരളം സംബന്ധിച്ചിടത്തോളം നോക്ക്, അവർ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് ഒന്നുമില്ലാന്നാണ് ഞങ്ങൾക്ക് പറയാം. അങ്ങനത്തെ ഒരു സംഭവമേ ഇടയില്ല. ഇപ്പോൾ നിങ്ങൾ ഈ വിളിച്ചു കൂട്ടിയതെല്ലാം സമയത്ത് വിളിച്ചു കൂട്ടുന്ന ആൾ വരുന്നു പോകുന്നു, പിന്നെ നിങ്ങളെ കാണില്ല. പിന്നെ ഒരു വിഷയത്തിൽ വാകയുണ്ടാവില്ല. അതല്ല വേണ്ടത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ അതിലേക്ക് ശരിയും ഓരോരുത്തരും പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ നിലക്ക് വിജയമുള്ളൂ. അല്ലാതെ നമ്മളൊരു SSFൻ്റെ ഫ്ലാഗും പിടിച്ച് നടക്കുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം ആ നിലക്ക് ആ പണ്ഡിതന്മാർ കാണിച്ച ആ വഴിയിലേക്ക് പോവുക. അതാണ് നമ്മൾ വേണ്ടത്. എന്നല്ലാതെ ഉള്ള ഫിത്നയും ഫസാദെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങ് പോയാൽ തീർച്ചയായും നമ്മൾ പരാജയത്തിലേക്കാകുക. അള്ളാഹു അതിനെ തൊട്ട്, ആ ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിൽ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ എൻ്റെ വിദ്യാർത്ഥി സംഘടനയോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് മുറുകെ പിടിക്കുക, അത് പിടിച്ച് അതനുസരിച്ച് നടക്കുക. അതാണ് നമ്മളെ വിജയം. നാളെ നമ്മൾ എല്ലാം ആഹ്റാണല്ലോ നമ്മൾക്ക് ലക്ഷ്യം. ആഹ്റം വിജയം കിട്ടണമെങ്കിൽ ആ നിലക്ക് തന്നെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ നിലക്ക് തന്നെ ആ പാതയിൽ തന്നെ പോകണം. അല്ലാത്ത വിരീസ് കാണിക്കുന്ന ഒരു പാതയിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ദുനിയാവും പരാജയമാണ്, മാഷറും പരാജയമാണ്. ആ ഒരവസ്ഥ നമ്മൾ ഉണ്ടായിപ്പോകരുത്. എല്ലാം നമ്മളെ ആരോഗ്യവും അതുപോലെ ആയുസ്സും എല്ലാം അള്ളാഹു ചോദിക്കപ്പെടും. എന്ത് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് ഞാനും കേൾക്കുന്ന നിങ്ങൾ നാളെ മറുപടി പറയണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം ആയുസ്സുമെല്ലാം ദീനിലേക്കാവണം.
ദീൻ അള്ളാഹു കാണിച്ച റസൂല് കാണിച്ച ആ വഴിയിലേക്ക് തന്നെ പോകണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാ നിലക്കും എല്ലാ കാര്യത്തിലും അള്ളാഹു ഞങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാ ഷറിൽ നിന്നും ഇന്ന് പല നിലക്കുമാണല്ലോ പല ഷറുകൾ വന്ന് ഇറങ്ങിയ കാലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ വീണ്ടും വരുമെന്നാണ് കാണുന്നത്. അള്ളാഹു അതിനെ തൊട്ടെല്ലാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ ഏത് സമയത്ത് നിങ്ങൾ ദുആ തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ മരുന്ന്. അല്ലാത്ത മരുന്ന് ഇവിടെ ഒന്നും എന്തല്ല, മനുഷ്യൻ നിർമ്മിത ഒരു സാധനം എന്താണ് മതിയാകുന്നില്ല, മതിയാകത്ത് കാണുന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് സംഘടിച്ച് ഇതുപോലുള്ള സംഘടിച്ച് ദുആ ചെയ്യുക. അള്ളാഹു ഇറക്കപ്പെടുന്ന അദാബിൽ നിന്ന് നമ്മൾ എന്താണ് ദുആ ചെയ്ത് അന്ന് നിലക്ക് അള്ളാഹു ഉയർത്തപ്പെടാതല്ലാതെ ഓരോ വഴി ഇവിടെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താണ് ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ പല നമ്മളെ മറ്റുള്ള മുമ്പുള്ള എത്രയോ പണ്ഡിതന്മാരൂടെ മരിച്ചുപോയി അവരെല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ഹലാല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തെരുമാറാകട്ടെ. ഇങ്ങനെയുള്ള രോഗത്തിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ സലാമത്താക്കി തെരുമാറാകട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറയെ പിടിച്ച് അന്നലക്ക് ജീവിച്ച് അന്നലക്ക് മരിക്കാൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വരുന്ന മക്കൾക്കും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ച് ഈ കാര്യം എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ അന്നലക്ക് നിർത്തുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ನಸೀಹತಿನ ಮೂಲಕ ಆಧ್ಯಾತ್ಮಿಕ ಲೋಕದತ್ತ ಕೊಂಡೊಯ್ದ ಕುರಾಪಂಗಲ್ರವರಿಗೆ ಧನ್ಯವಾದಗಳು. ಇದೀಗ ನಮ್ಮ ಮುಂದೆ 1-2 ನಿಮಿಷಗಳ